ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. ഞാൻ എസ്സേ അല്ല ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പാർട്ട് എയിൽ ചോദിക്കുന്ന 3 മാർക്ക് ക്വസ്റ്റ്യൻസ് പാർട്ട് എയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ എസ്സേയുടെ സബ്ബായിട്ട് 4 മാർക്കിന് പ്രോബ്ലംസും ചോദിക്കാറുണ്ട് അല്ലേ. പ്രോബ്ലംസ് ഉള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ മസ്റ്റായിട്ടും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ ഈ പ്രോബ്ലംസും ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ PhD 110 എഞ്ചിനീയറിംഗ് ഫിസിക്സ് B എന്നുള്ള സിലബസ് ഉണ്ടല്ലോ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വി വിൽ ഡിസ്കസ് അബൌട്ട് PhD 100 എഞ്ചിനീയറിംഗ് ഫിസിക്സ് A. എന്തായാലും ഒരു 3 മൊഡ്യൂൾസ് സെയിം ആണ്, 1, 2, 3 മൊഡ്യൂൾ സെയിം ആണ്. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ലാസ്റ്റ് 2 മൊഡ്യൂൾസിൽ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ ഈ ഒരു 2 സിലബസും തമ്മിൽ. അപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. എന്തായാലും ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ഈ ഒരു നോട്ടും അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേറ്റർ റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, ലിസ്റ്റ് എനി 6 പോയിൻറ്റ്സ് ടു കമ്പയർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഓസിലേറ്റേഴ്സ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്, മെക്കാനിക്കൽ ഓസിലേറ്റർ ആൻഡ് ഇലക്ട്രിക്കൽ ഓസിലേറ്ററിനെ കമ്പയർ ചെയ്തിട്ട് 6 പോയിൻറ്റ്സ് നോട്ട് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ എസ്സേ ടൈപ്പ് പോലെ എഴുതേണ്ട ഒരു ആവശ്യമില്ല. മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം, മേജർ പോയിൻറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്? ഫസ്റ്റ് മൊഡ്യൂളിൽ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 ഫസ്റ്റ് മൊഡ്യൂളിലെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓസിലേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സ് എന്നൊരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങളിതിൽ നോക്കൂ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഓസിലേറ്റർ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിക്കുന്നത്. ഇത് അതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, മെക്കാനിക്കൽ ഓസിലേറ്ററും ഇലക്ട്രിക്കൽ ഓസിലേറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോട്ട് ചെയ്യേണ്ടത്, മെക്കാനിക്കൽ ഓസിലേറ്ററിന് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ ഓസിലേറ്ററിനും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. സോ മെക്കാനിക്കൽ ഓസിലേറ്റേഴ്സ് മീൻസ് അതിൽ നമ്മൾ DHO, ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററും അതുപോലെ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? മെക്കാനിക്കൽ ഓസിലേറ്ററാണ്. സോ ഐ വിൽ ഡിസ്കസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. എന്താ ഇക്വേഷൻ? md2x/dt² പ്ലസ് ഗാമ dx/dt പ്ലസ് cx is equal to f0 sin pt. ഓക്കെ, ഇത് ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ്, എസ്സേയിലൊക്കെ വരുന്ന ഇക്വേഷനാണ്. ഇത് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷനാണ്. കറസ്പോണ്ടിങ് ആയിട്ട് സെയിം ഒരു ഇക്വേഷൻ ഇലക്ട്രിക്കൽ ഓസിലേറ്ററും ഉണ്ട്. ഇലക്ട്രിക്കൽ ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതേണ്ടത്? LD2q/dt² പ്ലസ് RdQ/dt പ്ലസ് Q/c is equal to V0 sin omega t. ഇതാണ് ഇലക്ട്രിക്കൽ ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി എന്താണ് ഇലക്ട്രിക്കൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ? LCR കമ്പോണൻസ് വേണം അല്ലേ. ഒരു ഇൻഡക്ടർ വേണം, ഒരു കപ്പാസിറ്റർ വേണം, ഒരു റെസിസ്റ്റർ വേണം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണിത്. അതിൻ്റെ ഇക്വേഷനാണ് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 ഇക്വേഷൻസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ എഴുതേണ്ടത്. ദെൻ കമ്പയർ ദീസ് 2 ഇക്വേഷൻസ്. കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും സെയിം ആണ് അല്ലേ. ഫോർമാറ്റ് ഇവിടെ md2x/dt², അതിന് പകരം ഇവിടെ LD2q/dt², ഇവിടെ ഗാമ dx/dt. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹാവ് RdQ/dt. അങ്ങനെയാണ്. അപ്പോൾ ടേംസ് എല്ലാം സിമിലർ ടേംസ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ ഓസിലേറ്ററും ഇലക്ട്രിക്കൽ ഓസിലേറ്ററും തമ്മിൽ സംഹൗ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്, എന്നാൽ കുറച്ച് ഡിഫറൻസസും ഉണ്ട്. അപ്പോൾ ഇനി എന്താ ഡിഫറൻസസ് നോക്കൂ. ഇവിടെ മാസ് M ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. മെക്കാനിക്കൽ ഓസിലേറ്റർ നമ്മൾ ആ ഓസിലേറ്ററിൻ്റെ മാസ് M-നൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന് പകരം ഇൻഡക്ടറിൽ പറയുമ്പോൾ LCR സർക്യൂട്ടറിലാണെങ്കിൽ അതെന്തായിട്ടാണ് മാറുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് മാസ് വി ഹാവ് ദ ടേം L. എന്താണ് ഈ L എന്ന് പറഞ്ഞാൽ? ഇൻഡക്റ്റൻസ് L അല്ലേ. അതേപോലെ നെക്സ്റ്റ് ടേം നോക്കൂ, ഗാമ എന്താണ്? ഡാമ്പിംഗ് കോഫിഷ്യൻറ്റ് ഗാമ. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡാമ്പിംഗ് കോഫിഷ്യൻറ്റ് എന്താണെന്നുള്ളത് ഗാമയാണ് മെക്കാനിക്കൽ ഓസിലേറ്ററിൽ ഫോക്കസ് ചെയ്യേണ്ട ടേം. അതിന് പകരം നമുക്ക് ഇലക്ട്രിക്കൽ ഓസിലേറ്ററിലുള്ള ടേം ഏതാണ്? R ആണ്. വാട്ട് ഇസ് ദിസ് R? റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R. ക്ലിയർ. ഇനി ഇവിടെ നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് X അല്ലേ. മെക്കാനിക്കൽ ഓസിലേറ്റർ നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നു, ഈ ടൈം കഴിഞ്ഞാൽ എവിടെയായിരിക്കും അതിൻ്റെ പൊസിഷൻ, വെലോസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. അതിന് പകരം നമുക്ക് ഇലക്ട്രിക്കൽ ഓസിലേറ്ററിൽ എന്താ ഉള്ളത്? Q എന്നുള്ള ടേം കാണണ്ടല്ലോ. ഈ എക്സിന് പകരം നമുക്ക് ഇവിടെ ഉള്ളത് Q എന്നുള്ള ടേം ആണല്ലേ. വാട്ട് ഇസ് ദിസ് Q? ചാർജ് Q. അവിടെ ഓസിലേറ്റ് ചെയ്യുന്നത് ചാർജാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് വി ഹാവ് ദ ടേം ചാർജ് Q. ഇനി ലാസ്റ്റ് ടേം നോക്കുക, വാട്ട് ഇസ് ദ C എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണല്ലേ. ഫോഴ്സ് കോൺസ്റ്റൻറ്റ് C. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ ഉള്ളത് ഈ എക്സിന് പകരം Q ഉണ്ട്. So instead of C we have the term 1/C. What is this 1/C? Reciprocal of capacitance. Again അത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല. ഫോഴ്സ് കോൺസ്റ്റൻ്റ് വരുന്നത് മെക്കാനിക്കൽ ഓസിലേറ്ററിലാണ്. ഇവിടുത്തെ C എന്ന് പറഞ്ഞാൽ അത് കപ്പാസിറ്റൻസ് ആണ് അല്ലേ, ബിക്കോസ് LCR സർക്യൂട്ട്. സോ ഇറ്റ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് ടേംസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് ബാക്കിയുള്ള ടേംസ്
എല്ലാം നമുക്കതിൽ നിന്ന് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഇനി എക്സ്ട്രാ 2 പോയിന്റ്സ് കൂടെ പഠിച്ചു വയ്ക്കുക. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താണ്, കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി വരുന്നത്, കൈനറ്റിക് എനർജി എന്താണ്, കൈനറ്റിക് എനർജി എന്താണ്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജിയുടെ നോർമൽ ഇക്വേഷൻ ഹാഫ് CX² നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പ്ലസ് 2 ടൈമിലൊക്കെ പഠിക്കുന്ന ഇക്വേഷനാണ് ഹാഫ് CX². ഇവിടെ അതിന് പകരം നമുക്കുള്ളത് ഹാഫ് CV² ആണ്. അതേപോലെ കൈനറ്റിക് എനർജി നോർമൽ ഇക്വേഷൻ ഹാഫ് MV², അതിന് പകരം ഇലക്ട്രിക്കൽ ഓസിലേറ്ററുള്ളത് ഹാഫ് LI² ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ 3 പോയിന്റ്സ് എങ്കിലും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ആൻസറായിട്ട് നമ്മൾ എഴുതിയിരിക്കണം.